ഹായ് ഫ്രണ്ട്സ്, MR ലാൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തലേന്നത്തെ ചോറ് ബാക്കി വന്നാൽ അത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതിയ ചോറ് വെച്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് ദാണ്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3-4 ബേ ലീഫ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ള മല്ലിയില ഉണ്ടല്ലോ അതൊരു 2 എടുത്തിട്ടുണ്ട്, പിന്നെ ദാണ്ട് സ്പൈസസ് ആയിട്ട് നമ്മുടെ പെരുംജീരകവും അതേപോലെ ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 പുതിനയില എടുത്തിട്ടുണ്ട്, പിന്നെ ദാണ്ട് ഒരു തക്കാളിയും ഒരു 1/4 സ്പൂൺ ജീരകവും കൂടി, നല്ല ജീരകം ഉണ്ടല്ലോ നമ്മുടെ ചെറിയ ജീരകം, അതുകൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചോറും അതുപോലെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി അത്രയാണ് എടുത്തേക്കുന്നത്. ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ആയിട്ടുള്ള പെരുംജീരകവും ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ സവാളയും അതേപോലെ പച്ചമുളകും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചോറിന് ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. അതൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ശേഷം അതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്നത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും 1/4 സ്പൂൺ ജീരകവും അരച്ച് വെച്ചിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഒരു 2 മല്ലിയില എടുത്ത് വെച്ചിരുന്നല്ലോ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം. കൂടെ ആ പുതിനയിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം അത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിനാണ്ട് എണ്ണയെല്ലാം നല്ല വൃത്തിക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ബാക്കിയിരിക്കുന്ന ചോറുകൂടി ചേർത്ത് കൊടുത്ത് നല്ല വൃത്തിയായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കണം. ഈ റെസിപ്പി ഒരാളുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ചെയ്തതാണ്. നമ്മുടെ ഈവനിങ് വ്ലോഗിൻ്റെ വീഡിയോയുടെ അടിയിലും അതേപോലെ പേഴ്സണലായിട്ടും ഒക്കെ കമൻ്റ് ഇട്ട് ഈ റെസിപ്പി ചോദിച്ചതാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറും അതേപോലെ ബയോട്ടിക ഓർഗാനിക് പ്രോഡക്റ്റ് എന്ന ചാനലിൻ്റെ ഓണറുമായ ആഭരണക്കുട്ടിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ആഭരണക്കുട്ടിയുടെ ചാനലോടി ഒന്ന് പോയി നോക്കണേ. നല്ല ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ആഭരണക്കുട്ടിയുടെ ചാനലിൽ കാണിക്കുന്നത്. ഡെക്കറേഷൻ പണ്ടേ എനിക്ക് അത്ര വശമല്ല, എന്നാൽ ഇന്നത്തെ നമ്മുടെ ടൊമാറ്റോ റൈസ് എന്നെ കൊണ്ട് ഒക്കുന്ന വിധം ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയ വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം രാധിക മണിയൻ.